ഞാൻ ഷീല ഗോപി, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലെ മെമ്പറാണ്. 2020-25 കാലഘട്ടത്തിലുള്ള ഭരണസമിതിയിലെ അംഗം. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നാൾ തുടങ്ങി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ പ്രവൃത്തികൾ കണ്ടെടുത്ത് അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശം നമുക്ക് ചെളി നിറഞ്ഞ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അത് നമ്മൾ തൊഴിലുറപ്പ് പ്രവൃത്തിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ റോഡ് ഇവിടെ ചെയ്തത്. അപ്പം ഇത് ഈ പരിസരത്തുള്ള മുഴുവൻ പേർക്കും ഈ പ്രദേശത്തുള്ള മുഴുവൻ പേർക്കും അത് ഉപകാരപ്രദമായിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യരംഗങ്ങളിലും മറ്റു മേഖലകളിലും നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ ഒക്കെ അവർക്ക് ആവശ്യമുള്ള സേവനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു പോരുന്നു. കുറേ കാലങ്ങളായി നമ്മൾക്ക് കൺസെൻറ്റ് കിട്ടാതെ ചെയ്യാൻ പല സാങ്കേതിക കാരണങ്ങളാലും ചെയ്യാതെ പോയിട്ടുള്ള വർക്കുകൾ നമ്മൾ പലതും ചെയ്ത് അംഗൻവാടി ഉൾപ്പെടെയുള്ള അവരുടെ പ്രവർത്തന മേഖലകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മെമ്പർ ഇതുവരെയായിട്ട് നല്ല കണ്ടീഷനായിട്ട് ഇവിടെ പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട്. എലിഞ്ഞാംകുളം അംഗൻവാടിയാണിത്. ഇവിടെ നമ്മളുടെ ഈ പ്രദേശത്ത് കുട്ടികൾ കൂടുതൽ ഉണ്ട്. ഈ അംഗൻവാടിയിൽ ഒരു വൈൽഡ് ഏരിയയാണ്, അതുകൊണ്ട് കുട്ടികളുണ്ട്. സാധാരണക്കാരാണ് ഈ പ്രദേശത്തുള്ളവർ. കയർ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികളെ ഉൾപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് അവർ ഡേ കെയർ സംവിധാനമൊന്നും ഉപയോഗിക്കാതെ അംഗൻവാടിയുടെ സേവനം ആണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. കുട്ടികളെ നല്ല പൗരന്മാരായി വളർത്തുന്നതിന് വേണ്ടി കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ആക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെയും ഓരോ വിഷയങ്ങളും ഗ്രഹിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധയോടെ ഇവിടെ കൊണ്ടുവന്ന് രാവിലെ 9 മണിക്ക് കൊണ്ടുവന്നാക്കുകയും 3:30 അവർ തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അംഗൻവാടിയിലെ സംവിധാനങ്ങളൊക്കെ ഇപ്പം ഈ സംവിധാനമായതുകൊണ്ട് ഇവിടെ മീറ്റിംഗ് ഒക്കെ കൂടുന്നതിലൊക്കെ അവർ കൃത്യമായി അമ്മമാരൊക്കെ പങ്കെടുക്കുകയും അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് വയോജന വിശ്രമ കേന്ദ്രമാണ്. നമ്മുടെ വാർഡിൽ 9 വയോജന യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഈ 9 യൂണിറ്റിൽ നിന്നും ഒരു 7 മുതൽ 10 പേരുള്ള അംഗങ്ങൾ ഇവിടെ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച മീറ്റിംഗ് കൂടും. എല്ലാ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഇവിടെ മീറ്റിംഗ് കൂടും. കഥകളും പാട്ടുകളും അവരുടെ വീടുകളിലുണ്ടാവുന്ന അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യും. പാട്ടൊക്കെ പാടി റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ച് ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവർ പിരിയും. അതോടൊപ്പം അന്ന് വരുമ്പോൾ അവരുടെ പ്രഷർ ഷുഗർ പരിശോധിക്കും. ചെറിയ ചെറിയ വ്യായാമ മുറകളൊക്കെ അവർക്ക് കൈകൊട്ടകൾ, കാല് ചലിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതൊക്കെ അവർ ചെയ്ത് സന്തോഷത്തോടെ എല്ലാ മാസങ്ങളിലും പിരിഞ്ഞു പോകുന്നു. മുകളിൽ ADSൻ്റെ കോൺഫറൻസ് ഹാളാണ്. അത് ഇപ്പം നമ്മൾ ഈ വയോജന കേന്ദ്രം വന്നതുകൂടി ഇവിടെയാണ് കൂടുന്നത്. എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ അവിടെ കൂടാറുണ്ട്. പിന്നെ ഈ അയൽക്കൂട്ടത്തിൻ്റെ ഇവരുടെ മീറ്റിംഗ് അംഗൻവാടിക്കാരുടെ സെക്ടറൽ മീറ്റിംഗ് ഉള്ള പോലെ ഉണ്ടെങ്കിൽ അതും അവിടെ കൂടാറുണ്ട്. 26 അയൽക്കൂട്ടങ്ങളാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 13 ADS ഭാരവാഹികളുണ്ട് നമുക്ക്. അവരും നന്നായി നമ്മുടെ വാർഡുകളിലുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളായി വാർഡിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി അവരുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും വാർഡ് മെമ്പർ എന്ന നിലക്ക് എനിക്ക് ലഭിച്ചു പോരുന്നുണ്ട്. നന്നായി പോകുന്നു. ഒരു 9ഓളം സംരംഭകരുണ്ട്. വിവിധ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്. തയ്യൽ, കാറ്ററിംഗ് യൂണിറ്റ്, പിന്നെ ഫ്ലവർ മില്ല് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു 9 യൂണിറ്റ് ഉണ്ട്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കർഷകരും കൂട്ടത്തിലുണ്ട്. കാർഷിക പ്രവൃത്തിയിൽ ഒരു മികച്ച വിജയം ഈ പ്രദേശത്തുള്ളവർ കാഴ്ചവെച്ച് പോരുന്നുണ്ട്. പീലിംഗാണ് പ്രധാന തൊഴിൽ ഇവിടുത്തെ. 26 അയൽക്കൂട്ടങ്ങളുണ്ട്. അതിൽ 23 സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്.
ആ 23 അയൽക്കൂട്ടങ്ങളിൽ നിന്നാണ് നമ്മൾ 9 യൂണിറ്റ് സംരംഭകരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് 3 യൂണിറ്റേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗ്രൂപ്പായി ചെയ്യുന്നവരാണ്. അത് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല, പൊടികൾ കളക്ട് ചെയ്ത് അവർ പൊടിപ്പിച്ച് കളക്ട് ചെയ്ത് അത് വിൽക്കുന്നൊരു പ്രവൃത്തിയുണ്ട്. പിന്നെ കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, അച്ചാർ നിർമ്മാണമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രവൃത്തികൾ അവർ ചെയ്യുന്നുണ്ട്. ഈ മീനൊക്കെ വാങ്ങിച്ചിട്ട് മത്സ്യമേഖലയിൽ അവരുടെ മികവ് തെളിയിച്ച് മീൻ അച്ചാറൊക്കെ ഇട്ടൊക്കെ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പം ഈ 9 യൂണിറ്റും 6 യൂണിറ്റും 2 പേര് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർ, 7 യൂണിറ്റും 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരും അത് കൃത്യമായി കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. അത് നമ്മൾക്ക് CDS ജില്ലാ മിഷനിൽ നിന്നാണ് ഇവർക്ക് ഇത് ലഭിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അവർക്ക് സമൂഹത്തിൽ നന്നായി പ്രവർത്തിക്കുവാനും അതോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മൾക്ക് ആളുകൾക്ക് വിതരണം ചെയ്യുവാനും ഒക്കെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പൊ വരുന്ന ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രചോദനം ഈ യൂണിറ്റിൽ നിന്നും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സന്ദേശം നൽകിപ്പോരുന്നു. അതുപോലെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ മറ്റ് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കാര്യത്തെക്കുറിച്ച് വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിത്ത് വളം ഒക്കെ നമ്മൾ കൊടുക്കുന്ന പരിപാടികളിലേക്ക് അയൽക്കൂട്ടാംഗങ്ങൾ അതുമായി പ്രവർത്തിച്ച് നന്നായി വാർഡിലെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടി സജീവമായി നമ്മുടെ അയൽക്കൂട്ടാംഗങ്ങൾ പ്രവർത്തിച്ചു വരും. തൊഴിലുറപ്പ് പേര് 17 പേരുണ്ട്. അത് ഇപ്പം 18 തൊഴിലുറപ്പിൻ്റെ പ്രവൃത്തി നിന്നേക്കാണ്. ഈ സാമ്പത്തിക വർഷത്തെ കഴിഞ്ഞു. നിലവിലുള്ളവർ കൃഷിയിടങ്ങൾ ഒരുക്കുകയും അവർ തന്നെ കപ്പകൃഷി പോലുള്ള വാഴ കൃഷിയൊക്കെ പോലുള്ളത് അവരുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിലും വലിയ ഇതൊന്നും നമ്മ വികസന പ്രവർത്തനങ്ങളാണ് ഈ പുല്ല് വെട്ടി കാട് വെട്ടി പോകാതെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് പോരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ. ലൈഫിൻ്റെ വീട് ഇപ്പം ഈ സാമ്പത്തിക വർഷത്തിൽ 18 വീട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു 11 വീട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി പാതി വഴി കിടക്കുന്നതുണ്ട്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പാതി വഴി കിടക്കുന്നതുണ്ട്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവരുടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അത് നിൽക്കുന്നുണ്ട്. ബാക്കി ഇത് 11 വീടുകളും നന്നായി വീടിൻ്റെ താമസം വരെ കഴിഞ്ഞിട്ടുണ്ട്. ലൈഫുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് പറയാനുള്ളത്. സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ ആളുകൾ ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു ഇതിലാണ് ഞാൻ. നമുക്ക് ഗ്രൂപ്പുണ്ട്, വാർഡിന് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അവർ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ ഇട്ട് തരാറുണ്ട്. പോസ്റ്റ് നമ്പറൊക്കെ ഇട്ട് തരും. ഞാനും എൻ്റെ മകനും കൂടിയാണ് രാത്രി പോയിട്ട് ലൈറ്റൊക്കെ നോക്കുക. അതൊക്കെ ഇട്ട് വെട്ടവും വെളിച്ചമൊക്കെ എത്തിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ വലിയ പ്രശ്നം നമുക്കില്ല. വടക്കൻ മേഖലകളിൽ വലിയ വിഷയങ്ങൾ നമുക്ക് നമ്മുടെ വാർഡിൽ തുടക്കത്തിലൊക്കെ വിഷയങ്ങളുണ്ടായി വെള്ളത്തിൻ്റെ. ഇപ്പം ഞാൻ കയറിയ ഉടനെയൊക്കെ വെള്ളത്തിൻ്റെ വിഷയങ്ങളുണ്ട്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളം ലെവൽ ഇതൊക്കെ പോകുന്നുണ്ട്. വെളിച്ചം പരമാവധി കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പുതിയ വീടുകൾ പണിതതിന് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല. ഇപ്പോൾ ഒരു 2 വീട് ഒരു 2 SC കുടുംബങ്ങൾക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. SC കുടുംബങ്ങൾ ലൈഫിൻ്റെ വീടായിട്ട് അതിന് ജലജീവൻ മിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വീടിന് ജലജീവൻ മിഷൻ കണക്ഷൻ അതിന് മുൻപ് ഒരു 2-2.5 വർഷത്തിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. SC ST ഇല്ല ഈ വാർഡിൽ. SC കുടുംബങ്ങളെ നമ്മൾ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, മേശ കസേര പോലുള്ളത് കൊടുക്കുന്നു. ഉന്നത വിജയം മറ്റേ ഡിഗ്രി പോലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിപ്പോരുന്നു. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയാനായിട്ട് ബോട്ടിൽ പോകുന്ന അംഗങ്ങൾ വളരെ കുറവാണ്. കുറച്ച് വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. ബാക്കി സ്ത്രീകൾ മുഴുവനും പീലിംഗ് ഷെഡിൽ പോയി പണിയെടുത്ത് അവരുടെ ഉപജീവനം നടത്തി വരുന്നു. ഒരു കയർ ഫാക്ടറി ഉണ്ട് ഇവിടെ. അതിൽ കുറച്ച് പേര് പണിയെടുക്കുന്നുണ്ട്. ഈ കയർ ഫാക്ടറി എന്ന് പറയുമ്പോൾ ഇതിന് കുറേ പിന്നൊരുക്ക പ്രവർത്തനങ്ങൾ വേണം. എന്നുവെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ തടയൊക്കെ ആക്കി വെക്കുന്നത് കൊണ്ട് അതിലേക്ക് കുറേ ആളുകൾ വരുന്നില്ല, പിന്നോക്കം പോകുന്നുണ്ട്, വേറെ ജോലിയൊക്കെ തേടി പോകുന്നുണ്ട്. മത്സ്യമേഖല ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. 4 പീലിംഗ് ഷെഡുകളായിട്ട് ആൾക്കാർ പണിക്ക് പോകുന്നുണ്ട്.
കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ ഉള്ള ഒരു സബ് സെന്റർ ആണിത്. ഇപ്പോൾ സബ് സെന്റർ എന്നല്ല ഇതിന്റെ പേര്, ഇപ്പോൾ നമ്മൾ വെൽനസ് ആക്കി, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇങ്ങനത്തെ ഉപകേന്ദ്രങ്ങളെയൊക്കെ ഉയർത്തിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ കീഴിൽ പഞ്ചായത്തിന്റെ ഒക്കെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലും ജനകീയ ആരോഗ്യ സമിതി കൂടുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് 4 വാർഡുകളാണ് ഈ കേന്ദ്രത്തിന്റെ കൂടെ അണ്ടറിലായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 4 വാർഡുകളിലെ മെമ്പറുകൾ, ADS, CDS പ്രവർത്തകർ, അംഗൻവാടി ടീച്ചേഴ്സ്, അവരെല്ലാവരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരേ മാസത്തേക്ക്, ഇപ്പോൾ അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിശകലനങ്ങളൊക്കെ നമ്മൾ ജനകീയ ആരോഗ്യ സമിതി JAS എന്ന് പറയും, അതിനകത്താണ് നടത്തുന്നത്. പിന്നെ നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ JAK, ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു അവലോകനം കൂടുന്നുണ്ട്. അപ്പോഴും നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ 1-ാം തീയതി കൂടുമ്പോഴത്തേക്കും, അപ്പോൾ ഒരു മാസം ഫുള്ളായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതൊക്കെ പറ്റിയാണ് നമ്മൾ അവലോകന യോഗത്തിലും, കോൺഫറൻസ് എന്ന് പറയും, JAK കോൺഫറൻസിൽ നമ്മൾ കൂടുന്നത്. ഇത് നമ്മൾ പ്രധാനമായിട്ടും ഈ ഉപകേന്ദ്രത്തിന്റെ കീഴിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബേസിക് കെയർ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഉപകേന്ദ്രങ്ങൾ. നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മർമ്മമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ കീഴിൽ നമുക്ക് ഒരു FHC ഉള്ളൂ, 2 പോസ്റ്റ് ഓഫീസുകൾക്ക് നമ്മൾ വേണ്ടിയിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണുള്ളത്, നമ്മുടെ മുനമ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അവിടെയാണ് നമ്മൾ ഡോക്ടേഴ്സും ലാബ്, ഫാർമസി അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അസസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്യുക. അതാണ് നമ്മളുടെ ഉപകേന്ദ്രങ്ങളുടെ പ്രഥമമായ ഫംഗ്ഷൻ. അതായത് വീട്ടിലെ ഇരിപ്പ് രോഗികൾ, കിടപ്പ് രോഗികൾ, അങ്ങനെയുള്ള രോഗികളെയൊക്കെ ഇപ്പോൾ ക്രോണിക് ആയിട്ട് മാരകമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ വീട്ടിൽ ചെന്ന് വിസിറ്റ് ചെയ്യും. അവർക്ക് അവരുടെ സംശയങ്ങളൊക്കെ, അവർക്ക് ഇതിപ്പം കറക്റ്റായിട്ട് മരുന്ന് കഴിക്കാത്തവരുണ്ടാകും, കറക്റ്റായിട്ട് ഡോക്ടർമാരെ കാണാൻ പോകാത്തവരുണ്ടാകും. അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസിനൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ടോക്കുകൾ കൊടുക്കുക. അതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത് BP ഷുഗറുമാണ് നമുക്കിവിടെ സ്ക്രീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ HB നമ്മൾ നോക്കുന്നുണ്ട്, ക്യാമ്പുകൾ നടത്തിയിട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാം നമ്മൾ നമ്മുടെ ഹെഡ് സെൻ്ററായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും, കൂടുതലോ കുറവോ ഒക്കെ ഉള്ളവരെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോ ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ വുമൺ ക്ലിനിക്കുകളാണ്. വെൽ വുമൺ ക്ലിനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, അവിടെ നമ്മൾ ഷുഗർ നോക്കും, BP നോക്കും, ഹീമോഗ്ലോബിൻ്റെ ലെവൽ നോക്കും, അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും. പ്രധാനമായിട്ട് അവരുടെ സംശയങ്ങൾ, അവർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ NCD വയോജനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തെറ്റിയ പോകും 30 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് കമ്മ്യൂണിക്കബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പകർച്ചവ്യാധികളാണ്. അതല്ലാതെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, BP, ഒബീസിറ്റി, ഇതെല്ലാം കൊളസ്ട്രോൾ, ഇതെല്ലാം നമുക്ക് പകർച്ചവ്യാധികൾ അല്ലാത്ത അസുഖങ്ങളാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇനി ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടെ ആന്തരികാവയവങ്ങളെ അത് ബാധിക്കാതെ അതെങ്ങനെ അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി മെഡിസിനും ഡയറ്റും എക്സസൈസൊക്കെ വഴി നമ്മൾക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള ഒരു അവയർനെസ്സും കൊടുക്കുക, സ്ക്രീനിങ് ടെസ്റ്റിങ്ങും ചെയ്യുക. അങ്ങനെയും നമുക്ക് ഹോസ്പിറ്റലിലേക്ക്, ഡോക്ടറുടെ അടുത്തേക്ക് നമുക്ക് റെഫർ ചെയ്യുക. അതിനാണ് നമ്മൾ NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ സ്ക്രീനിങ് നടത്തുന്നത്, പകർച്ചവ്യാധികൾ. അപ്പം അതിന്റെ പ്രിവെൻഷൻ, വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അത് പ്രിവെന്റ് ചെയ്യണം. അല്ല, ഒരു ഡെങ്കുപ്പനി റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ആശാപ്രവർത്തകർ വീക്ക്ലി വൺസ് അതിൻ്റെ സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, വെക്ടർ സർവേ എടുക്കുന്നുണ്ട്. ഗർഭിണികളുടെയും കുട്ടികളുടെയും ഇമ്മ്യൂണൈസേഷനാണ് നമ്മളുടെ ഒരു പെരിഫറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണൈസേഷനാണ്, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പം അത് നമ്മൾ ഇവിടെ മാസത്തിൽ 3-ാമത്തെ വെള്ളിയാഴ്ച നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ഈ പ്രഗ്നന്റ് ലേഡീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പം ഞാൻ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാർഡ് മെമ്പറും ഇവിടെ 6 ആശാപ്രവർത്തകരാണുള്ളത്. ആശാപ്രവർത്തകരുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയാണ്. ഇപ്പം നമുക്കൊരു ക്യാമ്പ് നടത്തുന്നു, ഒരു വാർഡിലൊരു ക്യാമ്പ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും അറേഞ്ച്മെന്റ്സും നമുക്ക് ആ ഒരു ഏരിയയിലുള്ള കുറച്ച് പേരെ കൂട്ടുക, പിന്നെ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ളവർ നമ്മൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഞങ്ങളുടെ ആശാപ്രവർത്തകരും. അതിൽ നമ്മൾ ഒരു ആശാപ്രവർത്തകയാണ് നമ്മുടെ വാർഡ് മെമ്പർ ഷീല ചേച്ചി. എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ വാർഡിൽ ചെന്നിട്ടാണ് നമ്മൾ, അപ്പോൾ ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണേണ്. അപ്പോൾ അവിടെ അങ്ങനെയല്ല, ആളുകൾ അവരുടെ അടുത്തേക്ക് ചെല്ലണേണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു സപ്പോർട്ട് വേണം, നല്ലൊരു സജ്ജീകരിച്ച് തന്നെയാണ് നമുക്ക് ആ ഏരിയയിലുള്ള ഒരു ആളെ നമുക്ക് ആവശ്യമുള്ള ഒരു വളണ്ടിയർ. നമുക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഞങ്ങളുടെ ആശാപ്രവർത്തകരും വാർഡ് മെമ്പേഴ്സും ഒക്കെ കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത്. 9 to 4 ആണ്. അതിൽ 1 to 2 നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. അതല്ലാതെ മോർണിംഗ് നമ്മൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഓരോരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ പോകും. ഈവനിങ് 2 to 4 നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ചെറൈ നോർത്ത് സബ് സെൻ്ററാണ്. മുനമ്പം FHCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 4 വാർഡാണ് ഉൾപ്പെടുന്നത് ഒരു സബ് സെൻ്ററിൽ. 7, 8, 17, 18. ഇതിൽ പ്രധാനമായിട്ടും സ്റ്റാഫിനേക്കാൾ ഉപരി
ഓരോ വാർഡിൽ ഈ 2 ആശാപ്രവർത്തകരുണ്ട്. അവരാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് നമ്മ ഇറങ്ങി ചെല്ലുക ചെയ്യണത്. ആളുകൾ നമ്മളുടെ അടുത്തേക്കല്ല വരാം, നമ്മ അവരുടെ അടുത്ത് ചെല്ലുകയാണ്. സേവനം ആർക്കാണോ ആവശ്യമുള്ളത്, കിടപ്പ് രോഗികൾ, ഇരിപ്പ് രോഗികൾ, പുറത്തിറങ്ങാൻ പറ്റാത്ത പല ആളുകൾ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർ, CA, ക്യാൻസർ രോഗികൾ. ഇപ്പം നമുക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്യാൻസർ രോഗം. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഒക്കെ നമ്മുടെ ഇതുണ്ടെങ്കിൽ വാർഡുകളിൽ ഉള്ളിടത്ത് എല്ലാ സ്ഥലങ്ങളിലും അതത് ഓരോ ദിവസങ്ങളിൽ നമ്മൾ ചാർട്ട് ചെയ്ത് ഇവരെയൊക്കെ സമീപിച്ച് അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ നൽകി പോരുകയാണ് നമ്മൾ ചെയ്തു പോരുന്നത്. അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് അന്നന്നുണ്ടാകുന്ന പനി വെച്ച് കഴിഞ്ഞാൽ ഫീവർ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അന്നന്നുണ്ടാകുന്ന പനികൾ നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മൾ JHIക്ക് ഇട്ട് കൊടുക്കും. അവരെ ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ ചുമ 2 ആഴ്ചയിൽ കൂടുതൽ ചുമ പറയുന്നവർ നമ്മൾ അവരുടെ കഫം ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ റെഫർ ചെയ്യും, അവരോടത് പറയും. അവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കൊണ്ട് FSC കൊണ്ടുവന്ന് കൊടുക്കുക വരെ നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ജനങ്ങൾ നമ്മുടെ അടുത്തേക്കല്ല വരാം, നമ്മ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ആശാപ്രവർത്തകരുടെ ഇത് 7ാം വാർഡിലെ, ഞാനും 7ാം വാർഡിലെ ആശയാണ്, ഇത് വാസന്തി 7ാം വാർഡിലെ ആശ തന്നെയാണ്. അങ്ങനെ ചെയ്താണ് നമ്മൾ ആരോഗ്യ മേഖലയിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഒരു അമ്മ അറിയുന്നതിനേക്കാൾ ഉപരി ആ ആശാപ്രവർത്തകയാണ് ആ അമ്മേനെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കുഞ്ഞിന് കുത്തുവെക്കാൻ സമയമായിട്ടുണ്ട്, ഇന്ന് ഇത്ര മണിക്ക് ഇവിടെ കുത്തുവെപ്പുണ്ട്, അതിന് വരണം എന്ന്. അത് കഴിഞ്ഞാൽ കുത്തുവെപ്പ് പോയി കഴിഞ്ഞാലും അത് കഴിഞ്ഞാലും നമ്മ അവർക്ക് എന്താണ് ആദ്യത്തെ ദിവസം ചെന്ന് നോക്കും, പിന്നെയുള്ള ദിവസം നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ട് എന്താണ് ആ കുട്ടിയുടെ സ്റ്റേജിൽ നിന്നൊക്കെ അന്വേഷിച്ച് നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ ആശാപ്രവർത്തകർ നന്നായി ഇടപെട്ട് പോകുന്നു. അതിന് വാർഡ് മെമ്പർ എന്ന നിലക്ക്, ആശ എന്ന നിലക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നേതൃത്വങ്ങളും നമ്മൾ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ഇവിടെ 4 വാർഡുള്ള 4 വാർഡിലും മെമ്പർമാരെല്ലാവരും സജീവമായി നമ്മൾ പ്രവർത്തിക്കുന്നു. ഇപ്പൊ MLSP ആണ്, JPH ഉണ്ട്, JHI ഉണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യവും സഹകരണവും അവരുടെയൊക്കെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട്. എവിടെയെങ്കിലും ഒരു കേസ് ഡെങ്കു പോലുള്ളത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ടീമായിട്ടാണ് ആ പ്രദേശത്ത് പോയി അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി കൊതുകുവല ക്ലോറിനേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോരുന്നു. ക്ലോറിനേഷൻ നമ്മൾ എല്ലാ മാസങ്ങളിലും ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കിണറുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ആരും അത് നന്നായി ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് കിണർ വെള്ളം. അപ്പൊ എല്ലാത്തിലും മീനുണ്ട്, പിന്നെ അലക്ഷ്യമായിട്ട് പല സാധനങ്ങളും വലിച്ചെറിഞ്ഞൊക്കെ ഇട്ടേക്കാണ് കിണറ്റിൽ. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് ഉപയോഗിക്കുന്ന കിണറുകൾ നമ്മൾ ക്ലോറിനേഷൻ ചെയ്ത് നിലവിൽ പോകുന്നുണ്ട്. എല്ലാ ക്ലോറിനേഷൻ, ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ, കഫ പരിശോധന, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ ക്യാമ്പ് നമ്മൾ FSC തലത്തിൽ നടത്തും. അതിൽ നമ്മൾ ആളുകളെ കൊണ്ടുപോകുന്നു. നമ്മൾ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർ എന്ന നിലക്ക് നമ്മളാണ് അവരെ ചെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കുടുംബപരമായിട്ട് ഈ അസുഖമുള്ള ആളുകളെ നമ്മൾ അതിനകത്ത് പോകണം എന്ന് വെച്ചൊന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടും അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറയാറുണ്ട്. പല കേസുകളും ഇപ്പം ഈ അടുത്തൊരു ക്യാമ്പ് നടന്നതിന് നമ്മുടെ വാർഡിൽ നിന്ന് ഒരാൾ ടെസ്റ്റിന് പോയതൊരു ചെറിയ കേസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അല്ലാതെ ഇപ്പൊ വേറെ രീതിയിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CA ഇപ്പൊ പനി വരുന്നത് പോലെ തന്നെ ആണ് റിപ്പോർട്ട് ചെയ്തു പോകുന്നത്. അവരെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് എന്ന നിലക്കൊക്കെ പറഞ്ഞ് അവരെ അതിൽ നിന്നും ഈ കീമോ ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് കുറെ ഇതാവും. അതിൽ നിന്നൊക്കെ നമ്മൾ അവരെ നന്നായി മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യ രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഫീൽഡ് പ്രവർത്തനങ്ങൾ ആശാപ്രവർത്തകർ എന്ന നിലക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ MLSP ഒക്കെ പോലുള്ള ആൾക്കാർ നന്നായി പ്രവർത്തിച്ചു പോരുന്നുണ്ട്. മെമ്പർ എന്നുള്ള രീതിയിൽ പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും ഞങ്ങള് മെമ്പറിനെ കൂട്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പം എല്ലാത്തിനും സഹകരിച്ച് പോകുന്നൊരു മെമ്പറാണ്. എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രതീക്ഷിച്ചിട്ടുമുണ്ട്, നടന്നിട്ടുമുണ്ട്. നമ്മുടെ വാർഡിൽ 26 അയൽക്കൂട്ടങ്ങളാണുള്ളത്. ആ 26 അയൽക്കൂട്ടത്തിൽ നിന്നുമാണ് 2 പേരെ നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
ആദ്യകാലങ്ങളിൽ അവരുമായി സഹകരിച്ചു പോകാനായിട്ട് അയൽക്കൂട്ടാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരു ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വളരെ സജീവമായി വിരലിൽ എണ്ണാവുന്ന നമ്മൾ ഒഴിവാക്കപ്പെട്ടവർ മാത്രം എന്നുവെച്ചാൽ ഒറ്റക്ക് താമസിക്കുന്നവർ, അതിദരിദ്രർ, അങ്ങനെയുള്ളവരെ ഒഴിച്ചിട്ട് ബാക്കി മുഴുവൻ പേരും മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട്. ആദ്യമൊക്കെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, കുറേ പേരില്ലാതെ. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതും ഈ ഹരിതകർമ്മസേന അംഗങ്ങളും വളരെ ആക്റ്റീവാണ്. അവർ നന്നായി ഇടപഴകി പോകണം. അപ്പോൾ അത് നമ്മൾക്ക് പ്ലാസ്റ്റിക് അവർക്ക് നന്നായി കഴുകി വൃത്തിയായി ഉപയോഗിച്ച് അവർക്ക് കൈമാറുകയും അതോടൊപ്പം പേപ്പർ പോലുള്ള വസ്തുക്കൾ അതും മാറ്റി വെച്ച് അതത് മാസങ്ങളിൽ അവർ ഒരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ, ചില്ലുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ, തുണികൾ ഒക്കെ അവർ അതത് മാസങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവർ മാസത്തിലിട്ട് മെസ്സേജ് ഇട്ട് തരുമ്പോൾ ഞാനത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും. അവർ പറയുന്ന പോലുള്ള, നിർദ്ദേശിക്കുന്ന പോലുള്ള സാധനങ്ങൾ അവരെടുക്കുന്നുണ്ട്. നമ്മളുടെ മാലിന്യ പ്രശ്നങ്ങൾ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഈ പ്ലാസ്റ്റിക് എടുക്കുന്ന ഈ ഇതിലൂടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അതിപ്രസരിപ്പ് നമുക്ക് തടയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിച്ചെറിയൽ, വലിയ പ്രശ്നങ്ങൾ നമ്മുടെ വാർഡിലില്ല. മുൻപുണ്ടായിരുന്നു, ഇപ്പം അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ 548 ഡൊല്ലിംഗ് ഹൗസ് ഉള്ളത് വാർഡിൽ. അതിൽ 326 കുടുംബങ്ങൾക്ക് നമ്മൾ ബയോ കമ്പോസ്റ്റ് ബിൻ കൊടുത്തു കഴിഞ്ഞു. അത് ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും കുറച്ചൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് കരമാലിന്യ ഉറവിട നശീകരണ ഉറവിട മാലിന്യ സംസ്കരണം നമുക്ക് അതിലൂടെ നടക്കാനുണ്ട്. വലിച്ചെറിയൽ അപ്പോഴും കുറേ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതൊക്കെ വളമാക്കി എല്ലാവരും കുറേ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു കൗമാര പ്രായക്കാരുടെ ഒരു ടീനേജ് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ നമ്മൾ മാസത്തിൽ ഒരു 3 മാസം കൂടുമ്പോൾ രണ്ടാമത്തെ ശനിയാഴ്ച ദിവസങ്ങളിൽ സഹോദര സ്മാരകത്തിൽ വെച്ച് നമ്മൾ ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് അവർക്ക് സംഘടിപ്പിക്കാറുണ്ട്. അത് ഇപ്പം ഈ അടുത്ത് നമ്മൾ ചെയ്തായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി അത് നമ്മൾ നടത്തി. മുനമ്പത്തുനിന്ന് SI വന്നാണ് അതിന് ക്ലാസ് എടുത്തത്. അവർക്ക് ഇപ്രാവശ്യം ഡ്രൈവിംഗ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു. എപ്പോഴും നമ്മൾ ഇവരോട് മറ്റേ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കണമെന്നൊന്നുമില്ല, മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് മാറി മാറിയാണ് നമ്മൾ ചെയ്യണം. മൊബൈലുകളുടെ ദുരുപയോഗത്തെക്കുറിച്ച് അതിന് മുന്നേ ക്ലാസ് എടുത്തു. നമ്മൾ ഇപ്രാവശ്യം എടുത്തത് കരിയർ ഗൈഡൻസിനെ കുറിച്ച്. ഏതൊക്കെ ജോലി സാധ്യതകളാണുള്ളത്, അവരെങ്ങനെയൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം അവർക്ക് പുലർത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ SI വന്നൊരു ക്ലാസ് എടുത്തത്, ASI വന്നൊരു ക്ലാസ് എടുത്തത്. അപ്പോൾ ഇവരെ കൂടി നമ്മുടെ വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭാഗവാക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ പ്രവർത്തനങ്ങളും സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. യുവതലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായി വളരാൻ, ഒരു നല്ല പൗരന്മാരായി വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തു പോരുന്നു. വിവിധ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കാനകൾ പണിതിട്ടുണ്ട്. കാനകൾ തോടുമൊക്കെ വൃത്തിയാക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മൾക്ക് തോട് നിലവിൽ ഇപ്പോൾ വൃത്തിയാക്കി പോകുന്നത്. ആരും അവരവരുടെ ഉടമസ്ഥതയിലുള്ള തോടുകളൊന്നും ആരും ഇപ്പോൾ വൃത്തിയാക്കി പോകുന്നൊരു സംവിധാനം ഇപ്പം ഇല്ല. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നമുക്ക് 2 പൊതുകിണറുണ്ട്. വാർഡിൽ 2 പൊതുകിണറുണ്ട്. അത് രണ്ടും ക്ലോറിനേറ്റ് ചെയ്യുകയും അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് അത് വൃത്തിയാക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള കിണറുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതിന് വേണ്ട നടപടികളും നമ്മൾ സ്വീകരിച്ചു വരുന്നു. തരിശുരഹിത പ്രഖ്യാപനം നമ്മൾ ഒരു 3 ഏക്കറോളം പറമ്പ് നമ്മൾ പലയിടങ്ങളിലായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്ത് പലയിടത്തും അത് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പടിഞ്ഞാട്ടൊക്കെ പോകുമ്പോൾ കാണാം അവിടെ കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. കപ്പ, വാഴ മുതൽ അധികം എപ്പോഴും വന്ന് നനക്കുന്ന കൂട്ടത്തിൽ ചെയ്യാനായിട്ട് പലർക്കും അതിന് താല്പര്യമില്ല. വീടിന് ഏരിയയാണെങ്കിൽ ചെയ്യും. ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിൽ അതിലൊരു പറമ്പാണ് ഇവിടെ ഈ വാഴയൊക്കെ നട്ടിട്ടുള്ളത്. തരിശുരഹിത ഭൂമിയിൽ പെട്ടതാണ് ഈ ഒരു പറമ്പ്. അവരൊക്കെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭൂമി അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാളിതുവരെയായിട്ടും മറ്റേ ഗ്രാമസഭകൾ മാനദണ്ഡ പ്രകാരം തന്നെ ചിട്ടയോടുകൂടി കോറം തികഞ്ഞ് നമുക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമസഭ ലിസ്റ്റ് ഉണ്ട്, മുൻഗണനാ ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾക്കാണ്. SC ആയാലും മറ്റേ വിധവ അല്ലെങ്കിൽ സ്ത്രീ ഗൃഹനാഥായിട്ടുള്ള കുടുംബങ്ങൾ,
വരുമാനദായകരായിട്ടുള്ള കുടുംബങ്ങൾ, അത്തരമുള്ള ആൾക്കാരെ നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മുൻഗണനാ പ്രകാരമല്ലാതെ നമ്മൾ ഗ്രാമസഭ ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. ഗ്രാമസഭയിൽ നല്ല പങ്കാളിത്തം എല്ലാവരുടെ ഉണ്ടായിട്ടുണ്ട്, സജീവ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്, യുവതലമുറയുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും വരാറുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ വരാറുണ്ട് ഗ്രാമസഭയിൽ. ബ്ലോക്കിൽ ഒരു തോട് കോരിയതിന് മാത്രമാണ് എനിക്കൊരു ഫണ്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് MLA ഫണ്ടാണ് ആ റോഡ് നമ്മൾ ചെയ്തേക്കണത്, കിടക്കാപ്പള്ളി മാരായത്തോട് റോഡ്. എല്ലാവരുടെയും സഹകരണം കൊണ്ടൊക്കെയാണ്, ഞാൻ ഒറ്റക്കൊന്നുമല്ല കാര്യങ്ങൾ ഇത്രയും നേടിയെടുത്തേക്കണത്. എല്ലാവരുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രവർത്തനവും, എൻ്റെ വാർഡിൽ നിന്ന് എനിക്ക് എൻ്റെ ജനങ്ങളുടെ നല്ല സഹകരണം, നല്ല പങ്കാളിത്തം, നല്ല സ്നേഹം, എന്നെ അവർ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരുമയുണ്ടായിട്ടുണ്ട്. ദോഷം വരുമ്പോഴൊക്കെ ആർജവത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള പ്രോത്സാഹനം തരാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എതിർ പാർട്ടിക്കാർ പോലും എന്നോട് സ്നേഹത്തോടെ പെരുമാറുകയും ചിട്ടയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ സാധിച്ചിട്ടുള്ളത് എൻ്റെ വാർഡിലുള്ള മുഴുവൻ പേരുടെയും പ്രവർത്തന ഫലമായിട്ടാണ്. എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും സ്നേഹവും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഈ 5 വർഷം വളരെ നന്നായി, നാളിതുവരെയായിട്ടും വേറെ മറ്റു വിഷയങ്ങളൊന്നുമില്ലാതെ ഇതുവരെയും നന്നായി കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചേക്കുന്നത് എൻ്റെ വാർഡിലുള്ള മുഴുവൻ വോട്ടർമാരുടെയും സഹകരണത്തോടെയാണ്. അതവർ നന്നായി ചെയ്തിട്ടുണ്ട്. ഞാനത് അവരെല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു, സന്തോഷത്തോടെ ഓർക്കുന്നു. ഇനിയും അവരുടെ ഈ കരുതലും സ്നേഹവും ഒക്കെ അടുത്തു വരുന്ന മെമ്പർക്ക് ഉണ്ടാകണമെന്ന് മാത്രമായി പ്രാർത്ഥിക്കുന്നു.